ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മാമൂസ് മീഡിയ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിലോട്ട് പോയാലോ. നമ്മുടെ അഴീക്കോട് ബീച്ച് ഫെസ്റ്റ് തുടങ്ങിയിട്ടോ. അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടാതെ എല്ലാവരും ഒന്ന് പോയി കാണും. എൻട്രൻസിൻ്റെ ഭാഗത്തുള്ള ലൈറ്റ് സെറ്റിങ്സ് ആണ്. കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ഒന്നും കൂടി വീട്ടിലാക്കിയിട്ടുണ്ട്. കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ബീച്ചായതുകൊണ്ട് ഇഷ്ടംപോലെ സ്ഥലമുള്ളതുകൊണ്ട് ഒരുപാട് ജനങ്ങളുണ്ടായിട്ടും നമുക്ക് തിരക്ക് അനുഭവപ്പെടുന്നില്ല. റോഡൊക്കെ ബ്ലോക്ക് ഉണ്ട്, അത് വേറെ കാര്യം. എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാവുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ, ബീച്ചിലേക്ക് കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സൗകര്യങ്ങളുണ്ട്. അപ്പോൾ കടലിൻ്റെ ഇതുകൾ നമുക്ക് ആസ്വദിക്കാൻ ഇരുട്ടായതുകൊണ്ട് പറ്റില്ല. ബാക്കിയെല്ലാം ഒരു ഉത്സവത്തിൻ്റെ പ്രതീതി, അതിനേക്കാൾ ഗംഭീരം. ഒരുപാട് സ്റ്റാളുകളും കാര്യങ്ങളും എല്ലാമായിട്ട് DJ പാർട്ടി വീണ്ടും നടക്കുന്നുണ്ട്. സിനിമ നടന്മാർ മുതൽ അതേപോലെ തന്നെ പ്രശസ്തരായ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് കേട്ടോ. ഓരോ ദിവസം ഓരോന്നാണ്. മാപ്പിളപ്പാട്ട് താരങ്ങളായാലും അതേപോലെ തന്നെ സിനിമാറ്റിക് ഡാൻസ് ആയാലും നാടൻപാട്ടിൻ്റെ ടീംസ് ആയാലും ഓരോ ദിവസവും ഓരോ പ്രത്യേകതയായിരിക്കും. അപ്പോൾ അതിൻ്റേതായ കലാകാരന്മാർ വന്നുകൊണ്ടുള്ള ഇതുകളായിരിക്കും. ഗംഭീര പരിപാടിയാണ്. ഏകദേശം ഞാൻ നോക്കുകയാണെങ്കിൽ തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂർ പൂരം ഫെസ്റ്റിവൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുവിധം കുഴപ്പമില്ലാണ്ട് നടക്കുന്ന ഒരു ഫെസ്റ്റിവൽ ഇവിടെ തന്നെ ഉണ്ടാവും. അങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ മാമൂസ് പഞ്ഞിമിഠായി വേണം, പുല്ലുമിഠായി വേണം. അറിയാമല്ലോ, ഒരു കവറിൽ ഇങ്ങനെ പഞ്ഞിക്കെട്ട് പോലത്തെ ഒരു സാധനം. അങ്ങനെ ഇവിടെ ഒരു സ്റ്റാച്ചു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. മുസ്ലിംസിൻ്റെ ഇതൊക്കെ ആയിട്ട് ആനയുടെ ഒരു സ്റ്റാച്ചു ഒക്കെ ഉണ്ടായിരുന്നു. ഒറിജിനൽ പോലെ തോന്നുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ചെയ്ത് വെച്ചത് ആരായാലും. പിന്നെ ഇതൊക്കെയാണ് നമ്മളുടെ ഇവിടുത്തെ കാഴ്ചകൾ. ഒരുപാടുണ്ട്. നടന്ന് കാല് കുഴയും. കാരണം ടൈലിട്ട കുറേ സ്ഥലങ്ങളുണ്ട്. അത് കൂടാതെ മണ്ണാണ്. അറിയാലോ, കടപ്പുറത്തുള്ള പൂഴിമണിൻ്റെ അവസ്ഥ അറിയാലോ. കാലിങ്ങനെ കുഴഞ്ഞ് വരും കുറേ നടക്കുമ്പോൾ. പിന്നെ അറിയൂല ഈ ഒരു പരിപാടിയും കാര്യങ്ങളും കാഴ്ചകളും കണ്ട് കുറേ സാധനങ്ങളും ഒക്കെ വാങ്ങി വരുമ്പോൾ നമ്മൾ ആ ക്ഷീണം അറിയില്ല. കണ്ട ബീച്ച് ഫെസ്റ്റ് മുസ്ലിംസിൻ്റെ ഡോൾഫിൻ ബീച്ചാണ് കേട്ടോ. നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ കേരളത്തിൽ ആദ്യം തോന്നുന്നു, എനിക്കറിയില്ല കറക്റ്റ്. പക്ഷേ തൃശ്ശൂർ ജില്ലയിലെ ഡോൾഫിൻ ബീച്ച് നമ്മളിവിടെ മാത്രമാണ്. അഴീക്കോട് മണക്കൽ ബീച്ച് മാത്രമാണ് കേട്ടോ. അതാണ് അതിനങ്ങനെയാണ് പേര്. കണ്ട ആന, ഒരുപാട് പേര് ഫോട്ടോ എടുക്കാനൊക്കെ വന്നു. മാമൂസ് പറഞ്ഞു വേണ്ട, ആന പക്ഷെ കുത്തൂന്ന്. എനിക്കറിയില്ല എന്താ ഉദ്ദേശം. കൊമ്പുള്ളത് കൊണ്ടാണോ തുമ്പിക്കൈ ഉള്ളത് കൊണ്ടാണോ എന്നറിയില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ മാമൂസിന് നല്ല ഭംഗിയുള്ളവരൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാനാവും ആനക്ക് ഇഷ്ടമായി. മാമൂസിനെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കാം. പിന്നെ കുറേ ഇങ്ങനെ മോതിരങ്ങൾ, റിങ്സൊക്കെ ഇങ്ങനെ ഒരു ചേച്ചിമാരെയും ഇട്ടമാരൊക്കെ കണ്ടു. എന്ത് ഭംഗിയെന്ന് പറയാം റിങ്സിന്. കുറേ സ്റ്റാർ രൂപത്തിൽ പല വെറൈറ്റി ഇതിൽ കണ്ടു. ഇഷ്ടമായി എന്തായാലും. അപ്പോഴാണ് ഈ ബലൂൺ കണ്ടത്. കുറേ നെസ്റ്റ് ഓർമ്മകൾ, കുറേ ആപ്പിൾ ബലൂണൊന്നും കണ്ടില്ല. ആ ബലൂണൊക്കെ മേടിച്ച് 2 കൈ പിടിച്ചൊക്കെ നടക്കണം. ഒരു പ്രത്യേക വൈബ. പണ്ടത്തെ ഓർമ്മ. അങ്ങനെ മാമൂസ് ഒരു സാധനം കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ. കുറേ നേരമായിട്ടുണ്ട് കണ്ടിട്ട്. എന്താണെന്നറിയോ, നമ്മൾ ഈ വെളുത്ത കടലും അതേപോലെ തന്നെ കുറച്ച് ഐറ്റംസ്, അതിൽ ക്യാബേജ്, കുക്കുംബർ, തക്കാളി അങ്ങനെയുള്ള സംഭവങ്ങൾ മിക്സ് ചെയ്തിട്ട് എന്തൊരു മസാലയും കൂട്ടി മിക്സ് ചെയ്തൊരു സാധനം. അപ്പോൾ അത് ചൂണ്ടിക്കാണിച്ച് കുറച്ച് നേരമായിട്ട് അത് വാങ്ങുന്നത്. നല്ലൊരു ടേസ്റ്റാണ്, സ്പൈസിയാണ്, നല്ല ടേസ്റ്റിന്. ഇത്രയും ഐറ്റംസാണ് അതിൽ ചേർക്കുന്നത്. പക്ഷെ നല്ല ടേസ്റ്റാണ്. വെള്ളക്കടലുണ്ടല്ലോ, അത് കടല അധികം. ലാസ്റ്റ് അവരൊരു സോസ് മുറിച്ചിട്ട് തരും. ഒരു പ്ലേറ്റ് 50 രൂപ അങ്ങനെയാണ് റേറ്റ്. അപ്പോൾ നമുക്കത് തരും. ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അത് വാങ്ങി, ഞങ്ങളതൊക്കെ വാങ്ങി കഴിച്ചു. അങ്ങനെ കഴിച്ച് മാമൂസ് അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ.
അപ്പം മാമൂസിനും വെറുതെ വിട്ടില്ല, കാരണം അങ്ങനെ ഇട്ടാൽ ശരിയാവില്ലല്ലോ. അല്ല, ഇതുപോലെ സോസ് ഒഴിച്ച് നമുക്ക് ഇങ്ങോട്ട് തരും. അപ്പോൾ ഇത് മാമൂസേ സൂപ്പറായി. ഓക്കെ, സൂപ്പറാണ്, ഇഷ്ടമായി മൂപ്പർക്ക്. പിന്നെ ഈ വൈകുന്നേരം നേരമായതുകൊണ്ട് ഐസ്ക്രീമിനാണെന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കൊടുത്തില്ല കേട്ടോ. തരില്ല, തൊണ്ടടിച്ചു പോകും, വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വാങ്ങിക്കൊടുത്തില്ല. ഇതുപോലെ കുറേ ഏതെടുത്താലും 30 രൂപ, ഏതെടുത്താലും 100 രൂപ, ഭയങ്കര അനൗൺസ്മെൻറ്റ് കാര്യങ്ങളായിരുന്നു. പിന്നെ കുറേ ഡ്രസ്സിൻ്റെ സെക്ഷൻ ഒരുപാടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഇതാണ് ചായ ബൺമസ്ക. ഒരു ടേസ്റ്റില്ല കേട്ടോ, പ്രത്യേകിച്ച് ഒരു രുചിയില്ല, വെറുതെ തോന്നില്ല. കഴിച്ചൊക്കെ നോക്കി ഞങ്ങൾ പല സ്ഥലത്തൊന്നും കഴിച്ചു നോക്കി, പ്രത്യേകിച്ച് ഒരു രുചി പറയാനുണ്ട്. എടുത്തു പറയത്തൊക്കെ ഒരു രുചിയില്ല. ഇതിൽ ക്രീമും ഇതൊക്കെ തേച്ചിട്ടുള്ളൊരു ടേസ്റ്റും പിന്നെ ഒരു ചായ അത്യാവശ്യം മസാലകളൊക്കെ ഇട്ട പോലത്തെ ഒരു ചായ മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിൽ യാതൊരു പ്രത്യേകതയും ഞങ്ങളില്ല. പിന്നെ ഇവിടെ തൊട്ട് കുഞ്ഞാൽ മരണക്കിണറ് പോലുള്ള ഒരുപാട് കുട്ടികളുടെ കുറേ ഐറ്റംസ് എല്ലാം അതിൽ ഉണ്ട് കേട്ടോ. കടൽ ബീച്ചിൻ്റെ അവസ്ഥ ഇതാണ് ഇപ്പോൾ. കാരണം ഇരുട്ടാണ്, കടൽ കാണാൻ പറ്റണില്ല. ഒന്നാമത് ആ ഭാഗത്ത് ആരും പോകണമില്ല. പകൽ നല്ല അടിപൊളിയാണ്, പക്ഷേ വെയിലായതുകൊണ്ട് ആരും ഈ വക കാഴ്ചകൾ കാണാൻ പകൽ വരികയുമില്ല. ഇതുപോലത്തെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് പകൽ കാണാൻ പറ്റില്ല, അത് അതിൻ്റെ ഒരു ഇതും കൂടിയാണ്. അപ്പോൾ ഈ വക കാഴ്ചകളുടെ പിന്നാലെ ഇതിപ്പോൾ പല സ്ഥലത്തുനിന്ന് എടുത്തതാട്ടോ നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂ, അല്ലാതെ ഒരൊറ്റ സ്ഥലത്തല്ല. ഇതിപ്പോൾ കടലിൻ്റെ ഭാഗത്തേക്കായി. ഇതിൻ്റെ ബാക്ക് ഭാഗമാണ്, ഫ്രണ്ട് ഭാഗം ഇപ്പോൾ വരും. അപ്പോൾ നമുക്ക് ഫ്രണ്ട് ഭാഗത്തേക്ക് പോയി കഴിഞ്ഞിട്ട് കാണാം. ഇത് 2 സൈഡ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു സത്യം പറഞ്ഞാൽ. ഇതിപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് നിന്നിട്ട് ഇപ്പോൾ റണ്ണിങ്ങിലാണ് തൊട്ടിക്കുഞ്ഞാല. അപ്പോൾ ആ റണ്ണിങ്ങിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്ത് ഭംഗിയാലേ, പല കളേഴ്സും ഡിസൈൻസും ഇങ്ങനെ ആക്കിയിട്ട് നല്ല രസമുണ്ട് കാണാൻ. നൈറ്റ് വ്യൂ തന്നെയാണ് ഇതിന് ഭംഗി. ഒരിക്കലും പകൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഭംഗി കിട്ടില്ല. കാണാം ഇങ്ങനെ, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ ഈ ബീച്ചിൻ്റെ സൈഡായതുകൊണ്ട് വെയിലധികം ആയതുകൊണ്ടേ ഇത് പകലാരും അധികം ഉണ്ടാവില്ല ഇവിടെ. കച്ചവടക്കാരും കുറച്ച് ആൾക്കാരൊക്കെ വരുമായിരിക്കാം, പക്ഷേ ഈ രാത്രിയിൽ ഇത്ര അധികം ആൾക്കാരൊന്നും പകലുണ്ടാവില്ല. ഇതിനപ്പുറത്തായിട്ട് സ്റ്റേജ് ഷോകളൊക്കെ നടക്കുന്നുണ്ട്, പക്ഷെ നമ്മളവിടെ പോയിട്ടില്ല. ഇവിടുന്ന് നടന്നെത്താൻ കുറച്ച് വഴിയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, മണ്ണ് പൂഴിമണ്ണ് അങ്ങനത്തെ ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് നടന്ന് കയറാമെന്ന് പറഞ്ഞാൽ ഇത്തിരി റിസ്ക്കാണ്. ഈ ഭാഗത്തെല്ലാം പൂഴിമണ്ണാണ് കേട്ടോ. ഇനി ഇവിടെ വരാനുള്ളവരും ഈ ഏരിയയിലുള്ളവരും അല്ലെങ്കിൽ നമുക്ക് ഇത് കാണാൻ വരുന്നവരൊക്കെ ശ്രദ്ധിക്കുക. ഈ കാണുന്ന ഭാഗത്തൊക്കെ പൂഴിമണ്ണാണ്. നമ്മളവിടെ നടന്ന് പോരുന്ന ആ എൻട്രൻസിൻ്റെ ആ ഭാഗത്ത് കുറച്ച് സ്ഥലം വരെ ടൈലുകളുള്ളൂ. ഇത് നിൽക്കുന്ന സ്ഥലത്തൊക്കെ മണലാണ്. അപ്പോൾ കാല് ശരിക്കും ഇങ്ങനെ പൂഴ്ന്ന് പോവും, താഴേക്ക് പോവും. എന്നിട്ട് അപ്പോൾ അവിടെ നടന്നു വരാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്, അറിയാലോ. അപ്പോൾ എന്നാലും ഈ കാഴ്ചകൾ ഇങ്ങനെ കണ്ടുകൊണ്ട് കുട്ടികളൊക്കെ പോയി കഴിഞ്ഞാൽ അത് കുറച്ച് വാശി പിടിക്കുന്ന കുട്ടികളെ കൊണ്ടുപോകണം. അപ്പോഴാണ് ഒരെണ്ണത്തിൽ കയറി കഴിയുമ്പോൾ അതിലും കൂടി കയറണം, ഇതിലും കൂടി കയറണം, അത് വാങ്ങിത്തരണം, ഇത് വാങ്ങിത്തരണം, വാങ്ങിയാൽ തന്നെ രണ്ടാമത് വാങ്ങിത്തരണം, കണ്ടാൽ തന്നെ വീണ്ടും കയറി കാണണം എന്നൊക്കെ പറയുള്ളൂ. അല്ലാതെ സൈലൻ്റ് ആയവരെ കൊണ്ടുപോയാൽ ഒരു എന്താ പറയുക, ഒരു ക്രേസ് ഉണ്ടാവില്ല. ഇതിൽ കയറാൻ വേണ്ടി പറയും, ഇത് കയറി കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കിടന്ന് ഒച്ചെടുക്കും. അതൊക്കെ ഒരു വൈബാണ് ശരിക്കും പറഞ്ഞാൽ. അതിന് ശരിക്കും വാശി പിടിക്കുന്ന പിള്ളേരെ വേണം കൊണ്ടുപോകാൻ. ഒരിക്കലും ഉത്സവ പറമ്പിലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഫെസ്റ്റിവൽസ് നടക്കണോടത്ത് സൈലൻ്റ് ആയവരെ കൊണ്ടുപോകരുത്. ഒരു രസം ഉണ്ടാവില്ല സത്യം പറഞ്ഞാൽ. അതിനൊക്കെ ഒരു കളറാവണം എന്നുണ്ടെങ്കിൽ നല്ല വാശി കൂട്ടന്മാരായിരിക്കണം. അപ്പോൾ നമുക്ക് അവിടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്, അത് കാണാൻ പോകാം കേട്ടോ. കണ്ടോ, നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റാണ്, നല്ല ഭംഗിയുണ്ട് അതിൻ്റെ ഇത് കാണാൻ. ഫ്രണ്ടിലേക്ക് കുറേ പേര് ഇരുന്നിട്ടൊന്നുമില്ല. അത് നമുക്ക് അവിടം വരെയൊക്കെ പോയിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് വരാം കേട്ടോ. സൈഡിൽ ഇങ്ങനെ പടവ് പോലെയുള്ളിടത്താണ് എല്ലാവരും സീറ്റ് പിടിച്ചത്, അങ്ങോട്ട് ഇറങ്ങാൻ നിന്നില്ല. അപ്പോൾ അത്യാവശ്യം പോലീസേഴ്സൊക്കെ ഉണ്ട് നിയന്ത്രിക്കാനൊക്കെ. അപ്പോൾ അവിടെ പോയി നമുക്ക് വീഡിയോ എടുത്തിട്ടൊക്കെ വരാം കേട്ടോ. അടിപൊളിയാണല്ലേ.
അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് അടുത്ത ദിവസം വരെയായിരിക്കും.